ജമ്മു കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ വൻ സ്ഫോടനം. പോലീസുകാരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 9 മരണം, 32 പേർക്ക് പരിക്ക്, 5 പേരുടെ നില അതീവ ഗുരുതരം. അപകടം ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ ഭീകരബന്ധമില്ലെന്ന് ജമ്മു DGP. ഊഹാപോഹങ്ങൾ അനാവശ്യമെന്ന് കേന്ദ്രം. ചെങ്കോട്ട സ്ഫോടനത്തിൽ 2 ഡോക്ടർമാർ കൂടി പിടിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനാൽ മനം തൊന്ന് തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ജീവനൊടുക്കി. ആത്മഹത്യ ചെയ്തത് തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ്. ആത്മഹത്യാക്കുറിപ്പിൽ RSS BJP നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം. സ്ഥാനാർത്ഥിത്വം നിരസിച്ചതിൽ തൃശൂരും കോഴിക്കോടും കൗൺസിലർമാരുടെ രാജി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ നീക്കി. അപ്പീൽ നൽകുമെന്ന് കോൺഗ്രസ്. വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. K. ജയകുമാർ പ്രസിഡന്റായും K. രാജു ബോർഡ് അംഗമായും സത്യപ്രതിജ്ഞ ചെയ്തു. വിശ്വാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമായി ദേവസ്വം ബോർഡിനെ മാറ്റുമെന്ന് K. ജയകുമാർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും നാളെ. ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ. BJPക്ക് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനം. സത്യപ്രതിജ്ഞ ഈ മാസം 18 സൂചന. കനത്ത തോൽവി വിലയിരുത്തി കോൺഗ്രസ്. വോട്ടുകൊള്ളയിലെ തെളിവ് പുറത്തുവിടുമെന്ന് KC വേണുഗോപാൽ.